ഞാൻ ഒരു ചെറുകഥയാണ് പരിചയപ്പെടുത്തുന്നത്. അസാധാരണ യുവതി. എഴുതിയത് ഒ ഹെൻറി. തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരാശയം നമുക്ക് തരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒ ഹെൻറി കഥകളുടെ പ്രത്യേകത. ഇന്നലെ ഉച്ചതിരിഞ്ഞ് പോസ്റ്റിന്റെ റിപ്പോർട്ടർ ഹൂസ്റ്റണിലെ ഒരു യുവ ഭിഷഗ്വരനെ കണ്ടുമുട്ടി. ഇരുവരും നല്ല പരിചയക്കാരാണ്. അടുത്തുള്ള ഹോട്ടലിൽ പോയി തണുത്ത നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് റിപ്പോർട്ടർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ അത് അംഗീകരിച്ചു. താമസിയാതെ അവർ ഹോട്ടലിലെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഒരു കൊച്ചു മേശയ്ക്കരികെ ഒരു വൈദ്യുത ഫാനിനു കീഴിൽ ഇരിപ്പുറപ്പിച്ചു. ഡോക്ടർ നാരങ്ങാവെള്ളത്തിന്റെ കാശു കൊടുത്തു. റിപ്പോർട്ടർ തന്റെ സംഭാഷണം ഡോക്ടറുടെ പ്രാക്ടീസിലേക്ക് തിരിച്ചു. ഡോക്ടറുടെ അനുഭവത്തിൽ എന്തെങ്കിലും അസാധാരണമായ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് റിപ്പോർട്ടർ ആരാഞ്ഞു. തീർച്ചയായും ഉണ്ട്, ഡോക്ടർ പറഞ്ഞു. തൊഴിൽപരമായ പെരുമാറ്റച്ചട്ടം പലതും പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. ചിലത് പ്രത്യേക രഹസ്യ സ്വഭാവം ഉൾക്കൊള്ളുന്നതുമാണ്. എങ്കിലും അവ കൗതുകകരവുമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വളരെ അസാധാരണമായ ഒരു കേസാണെന്ന് കണക്കാക്കാവുന്ന ഒരു സംഭവം ഉണ്ടായത്. പേര് പറയാതെ അത് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ ഏതു നിലയ്ക്കും അത് പറഞ്ഞേ തീരൂ, റിപ്പോർട്ടർ പറഞ്ഞു. നിങ്ങൾ ഇത് വിവരിക്കുന്നതിനിടെ നമുക്ക് മറ്റൊരു നാരങ്ങാനീര് കൂടിയാവാം. ഈ നിർദ്ദേശത്തിൽ യുവ ഡോക്ടർ ഗൗരവക്കാരനായി കാണപ്പെട്ടു. പക്ഷേ കീശയിൽ തപ്പി നോക്കി മറ്റൊരു നാണയം കൂടി കണ്ടപ്പോൾ അദ്ദേഹം സമ്മതം മൂളി. ഏകദേശം 1 മാസം മുമ്പാണ് അദ്ദേഹം തുടങ്ങി. രോഗികളെ പ്രതീക്ഷിച്ച് ഞാൻ എന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കാലൊച്ച കേട്ടു. മുഖമുയർത്തി നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു യുവതി മുറിയിലേക്ക് വരുന്നത് കണ്ടു. ഇത്രയേറെ ആകർഷകത്വമുള്ള ഒരുവളിൽ ഇത്രയും വിചിത്രമായ ഒരു നടത്തം ഞാൻ കാണുന്നത് ആദ്യമായാണ്. വശങ്ങളിലേക്ക് ആടിക്കൊണ്ടിരുന്ന അവൾ ഞാൻ ഇട്ടുകൊടുത്ത കസാരയിൽ വന്നിരിക്കാൻ ഏറെ പാടുപെട്ടു. അവളുടെ മുഖം വളരെ സുന്ദരമായിരുന്നുവെങ്കിലും ദുഃഖത്തിന്റെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഡോക്ടർ, ദുഃഖപൂർണമാണെങ്കിലും വളരെ മധുരമായ സ്വരത്തിൽ അവൾ പറഞ്ഞു, എന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് അസാധാരണമായ ഒരു രോഗമായതിനാൽ എന്റെ കുടുംബചരിത്രത്തിന്റെ വിരസതയാർന്ന ഒരു പ്രഭാഷണം കേൾപ്പിച്ച് നിങ്ങളെ എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതായി വരും. മാഡം, ഞാൻ പറഞ്ഞു, സമയം നിങ്ങളുടേതാണ്. നിങ്ങളുടെ കുഴപ്പങ്ങളിലേക്ക് വെളിച്ചം വീശാൻ സഹായിക്കുന്ന നിങ്ങൾ പറയുന്നത് എന്തും തീർച്ചയായും രോഗനിർണയത്തിന് എന്നെ സഹായിക്കും. ഒരു പുഞ്ചിരിയോടെ അവൾ എനിക്ക് നന്ദി പറഞ്ഞു. അത് ദുഃഖത്തിന്റെ രേഖകൾ ഒരു നിമിഷത്തേക്ക് അവളുടെ മുഖത്തുനിന്ന് മായ്ച്ചു കളഞ്ഞു. എന്റെ അച്ഛൻ, അവൾ പറഞ്ഞു, കിഴക്കൻ ടെക്സസിലെ ആദംസ് കുടുംബത്തിലെ അംഗമാണ്. നിങ്ങൾ ആ കുടുംബത്തെക്കുറിച്ച് തീർച്ചയായും കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ഉണ്ടാവണം, ഞാൻ പറഞ്ഞു. പക്ഷെ ആദംസ് എന്ന് പേരിലുള്ള നിരവധി കുടുംബങ്ങൾ ഉണ്ടല്ലോ, അതിനാൽ അതത്ര കാര്യമുള്ളതല്ല. അവൾ ചെറുതായി കൈവീശിക്കൊണ്ട് തുടർന്നു. 50 കൊല്ലം മുമ്പ് എന്റെ മുത്തച്ഛന്റെ കുടുംബവും ടെക്സാസിൽ താമസമാക്കിയ റെഡ്മോണ്ട് എന്ന പേരായ കുടുംബവും തമ്മിൽ രൂക്ഷമായ കുടിപ്പക പൊട്ടിപ്പുറപ്പെട്ടു. 2 കുടുംബങ്ങളും തമ്മിലുണ്ടായ വൈരാഗ്യം രക്തച്ചൊരിച്ചിലിനും മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾക്കും കാരണമായി. ഒരു ആദംസ് വേലിക്ക് പിന്നിൽ മറിഞ്ഞിരുന്ന് ഒരു റെഡ്മോണ്ടിനെ അയാൾ മേശക്കരികിലിരുന്ന് ആഹാരം കഴിക്കുമ്പോഴോ പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ വെടിവെച്ചു കൊല്ലും. ഇതേ രീതിയിൽ ഒരു റെഡ്മോണ്ട് ആദംസിനെയും വധിക്കും. അചിന്ത്യമായ ഏറ്റവും ഹിംസാത്മകമായ വിദ്വേഷം അവർക്കിടയിൽ നിലനിന്നു. അവർ പരസ്പരം കിണറുകളിൽ വിഷം കലർത്തി, കന്നുകാലികളെ കൊന്നൊടുക്കി. ഒരു ആദംസ് ഒരു റെഡ്മോണ്ടിനെ കണ്ടുമുട്ടിയാൽ അവരിൽ ഒരാളെ സ്ഥലം വിടൂ. സംസാരിക്കാൻ കഴിയുന്ന പ്രായം മുതൽക്കേ മറ്റു കുടുംബക്കാരെ വെറുക്കാനാണ് അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെ പ്രതികാരത്തിന്റെ പാരമ്പര്യം അച്ഛനിൽ നിന്ന് മകനിലേക്കും അമ്മയിൽ നിന്ന് മകളിലേക്കും കൈമാറി. ഈ പോരാട്ടം 30 കൊല്ലത്തോളം അവരിൽ അണയാതെ നിന്നു. അങ്ങനെ മരണം കൈയാളുന്ന തോക്കുകൾ ഓരോരുത്തരെയായി ഇരു കുടുംബത്തെയും ശോഷിപ്പിച്ചു. ഒടുവിൽ ഓരോ കുടുംബത്തിലെയും ഒരു പ്രതിനിധി വീതമാണ് അവശേഷിച്ചത്. ലെമുവൽ ആദംസും ലൂയിസ റെഡ്മോണ്ടും. ഇരുവരും ചെറുപ്പമായിരുന്നു, ഭംഗിയുള്ളവരും. അവർ തങ്ങളുടെ കുടുംബങ്ങളുടെ കുടിപ്പക മറക്കുകയും പരസ്പരം പ്രണയിക്കുകയും ചെയ്തു. അവർ തമ്മിൽ ഉടനെ വിവാഹിതരായി. അതോടെ വളരെക്കാലം നീണ്ടുനിന്ന ആദംസ് റെഡ്മോണ്ട് കുടിപ്പക തീരുകയും ചെയ്തു. പക്ഷേ കഷ്ടമെന്ന് പറയേണ്ടു സാർ,
കൊല്ലങ്ങളായി നിലനിൽക്കുന്ന കലഹവും വിദ്വേഷവും ഒരു നിരപരാധിയിലാണ് തിരിച്ചടിക്കാൻ യോഗമുണ്ടായത്. ആ ദാമ്പത്യത്തിലെ കുഞ്ഞ് ഞാനായിരുന്നു. ആദംസിന്റെയും റെഡ്മോണ്ടിന്റെയും രക്തം തമ്മിൽ കൂടിച്ചേരുകയില്ല. ശിശു എന്ന നിലയിൽ ഞാൻ മറ്റാരെയും പോലെ ആയിരുന്നു. എനിക്ക് അസാധാരണമായ ആകർഷകത്വം ഉള്ളതായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു. എനിക്കത് നന്നായി വിശ്വസിക്കാൻ കഴിയും മാഡം, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ആ സ്ത്രീയുടെ മുഖം അല്പം ചുവന്നു. അവൾ തുടർന്നു. ഞാൻ വളർന്നു. വലുതായപ്പോൾ അസാധാരണമായ സംഘർഷവും നിരവധി പ്രതികൂല പ്രേരണകളും എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. ഓരോ ചിന്തയും ഓരോ ചലനവും വിപരീത ഫലമാണ് ഉളവാക്കിയത്. പരമ്പരാഗത ശത്രുതയുടെ ഫലമായിരുന്നു അത്. എന്റെ ഒരു പകുതി ആദവും മറ്റേ പകുതി റെഡ്മോണ്ടുമായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കാൻ തുനിഞ്ഞാൽ എന്റെ കണ്ണുകളിലൊന്ന് വേറൊരു ദിശയിലേക്കാണ് ഉറ്റുനോക്കുക. തിന്നുന്ന സമയത്ത് ഉരുളൻകിഴങ്ങിൽ ഉപ്പ് ചേർക്കാൻ ശ്രമിച്ചാൽ മറ്റേ കൈ ഞാൻ അറിയാതെ നീളുകയും പഞ്ചസാര വിതറുകയും ചെയ്യും. പിയാനോ വായിക്കുന്ന സമയത്ത് ഒരു കൈ മനോഹരമായ ബീതോവൻ മീട്ടുമ്പോൾ മറ്റേ കൈ ഞാൻ അറിയാതെ മറ്റേതെങ്കിലും സംഗീതം മീട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു ഐസ്ക്രീം സലൂണിൽ ചെല്ലുകയാണെന്നിരിക്കട്ടെ, ബോധപൂർവ്വം ഒരു വാനില ക്രീമിന് ഓർഡർ കൊടുത്താലും എന്റെ ആത്മാവിന്റെ അടുത്തിട്ട് മുറവിളി കൂട്ടുന്നത് നാരങ്ങ ക്രീമിന് വേണ്ടിയായിരിക്കും. എല്ലാ ധൈര്യവും സംഭരിച്ച് രാത്രി വിവസ്ത്രയാവാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ എതിർ സ്വാധീനം വളരെ ശക്തമായിരിക്കുമെന്നതിനാൽ പകരം ഞാൻ എന്റെ ഏറ്റവും വിശിഷ്ടവും വിശാലവുമായ വസ്ത്രം ധരിച്ച് ഷൂവോടുകൂടിയാണ് ഉറങ്ങാൻ പോവുക. ഇതുപോലൊരു കേസ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഡോക്ടർ? ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞു. ഇത് തീർച്ചയായും വിസ്മയകരം തന്നെ. ഈ പ്രതികൂല പ്രവണത തരണം ചെയ്യുന്നതിൽ നിങ്ങൾ ഒരിക്കലും വിജയിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. നിരന്തര പരിശ്രമവും നിത്യേനയുള്ള വ്യായാമവും വഴി ഞാൻ കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെന്നെ ഒരു കാര്യത്തിൽ മാത്രമാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു സംഗതി ഒഴികെ ഞാൻ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കുന്നു. എന്റെ ചലനത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അരയ്ക്ക് താഴെയുള്ള അവയവങ്ങൾ അവയുടെ ചലനങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിക്കുന്നു. ഞാനൊരു നിശ്ചിത ദിശയിലേക്ക് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവയിലൊന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിധം ചുവടുവയ്ക്കും, മറ്റേത് തീർത്തും വ്യത്യസ്തമായ ഒരു വഴിയിലേക്കാണ് പോകാൻ ശ്രമിക്കുക. അവയിലൊന്ന് ആദംസും മറ്റേത് റെഡ്മോണ്ടുമാണെന്ന് എനിക്ക് തോന്നുന്നു. അവ തമ്മിൽ യോജിക്കുന്ന ഏക അവസരം ഞാൻ സൈക്കിൾ സവാരി നടത്തുമ്പോൾ മാത്രമാണ്. ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേത് താഴേക്ക് വരുന്നത് മൂലം അവയുടെ വിപരീത ചലനങ്ങൾ എന്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നു. പക്ഷേ നടക്കാൻ ശ്രമിക്കുമ്പോൾ അവ തീർത്തും നിയന്ത്രണ വിധേയമല്ലാതായിത്തീരുന്നു. ഈ മുറിയിലേക്കുള്ള എന്റെ വരവ് നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങളുടെ കേസ് തീർച്ചയായും അസാധാരണമായ ഒന്നാണ്, ഞാൻ പറഞ്ഞു. ഞാൻ സാഹചര്യം ഒന്ന് പഠിക്കട്ടെ. നാളെ 10 മണിക്ക് എന്നെ വന്നു കാണുകയാണെങ്കിൽ ഞാൻ മരുന്ന് കുറിച്ചു തരാം. അവൾ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. താഴെ അവളെ കാത്തുനിന്നിരുന്ന വാഹനത്തിലേക്ക് പോകാൻ കോണി ഇറങ്ങാനായി ഞാൻ അവളെ സഹായിച്ചു. ഇത്തരമൊരു കോമാളിത്തമുള്ള നടത്തം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അന്നു രാത്രി കുറെ നേരം ഈ കേസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞരമ്പുകൾ നശിക്കുന്നത് മൂലം പേശി നിയന്ത്രണമില്ലാതെ വരുന്ന രോഗാവസ്ഥയെക്കുറിച്ച് കിട്ടാവുന്നിടത്തോളം ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചു. അവളുടെ കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രിയോടെ തെരുവിൽ കുളിർമയുള്ള വായു ശ്വസിക്കാൻ ഞാനൊന്ന് കറങ്ങി നടന്നു. എനിക്ക് പരിചയമുള്ള വൃദ്ധനായ ഒരു ജർമ്മൻകാരന്റെ കടയുടെ മുന്നിലൂടെ ഞാൻ കടന്നു പോകവേ അയാളുമായി കുശലം പറയാൻ ഞാൻ അവിടെ കയറി. ജർമ്മൻകാരന്റെ മുറ്റത്തെ കളിക്കളത്തിൽ ഇണക്കമുള്ള 2 മാനുകൾ ഓടിക്കളിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അവയെക്കുറിച്ച് അയാളോട് അന്വേഷിച്ചു. അവ തമ്മിൽ കുത്തുകൂടുന്നത് മൂലം തീരെ യോജിച്ചു പോകുന്നില്ലെന്നും അതിനാൽ ഓരോന്നിനെയും വെവ്വേറെ കളിക്കളത്തിലാക്കിയിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു ആശയം ഉദിച്ചു. പിറ്റേന്ന് 10 മണിക്ക് യുവതി എന്റെ ഓഫീസിലെത്തി. ഞാൻ അവൾക്ക് ഒരു കുറിപ്പടി തയ്യാറാക്കി വെച്ചിരുന്നു. ഞാനത് അവൾക്ക് കൊടുത്തു. അവളത് വായിച്ചു. മുഖം ചുവന്നു തുടുത്ത് അവൾ ദേഷ്യപ്പെടുമെന്ന് സംശയിച്ചു. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ മാഡം, ഞാൻ പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് ഇന്നലെ മാത്രമാണ് ഞാൻ അവളെ കണ്ടത്. തെരുവിൽ വെച്ച് നഗരത്തിലെ മറ്റേത് യുവതിയെയും പോലെ മനോഹരമായും അനായാസമായുമാണ് അവൾ നടന്നിരുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ കുറിപ്പടി? റിപ്പോർട്ടർ ചോദിച്ചു. വളരെ ലളിതം. പാൻസ് ധരിക്കാനാണ് ഞാൻ നിർദ്ദേശിച്ചത്, യുവ ഡോക്ടർ പറഞ്ഞു. എതിർ വിഭാഗങ്ങളെ തമ്മിൽ വേർപെടുത്തിക്കൊണ്ട് സ്വരച്ചേർച്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ആദംസ് വിഭാഗവും റെഡ്മോണ്ട് വിഭാഗവും പിന്നീട് ഒരിക്കലും സംഘർഷത്തിൽ ഏർപ്പെട്ടില്ല. രോഗിയുടെ ചികിത്സ ഇതോടെ പൂർണ്ണമായി. ഒരു കാര്യം മറന്നുപോയി, ഡോക്ടർ തുടർന്നു. ഇപ്പോൾ സമയം ഏകദേശം 7:30. 8 മണിക്ക് എനിക്ക് അവളുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ചയുണ്ട്. അധികം വൈകാതെ അവളുടെ പേര് എന്റേതിലേക്ക് മാറ്റാമെന്ന് അവൾ സമ്മതിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയട്ടെ.
ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റാരോടും ആവർത്തിക്കരുത്. തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യില്ല, റിപ്പോർട്ടർ പറഞ്ഞു. മറ്റൊരു നാരങ്ങാ വെള്ളം കൂടി ആയാലോ? വേണ്ട വേണ്ട, നന്ദി, ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് തിരക്കിട്ട് എഴുന്നേറ്റു. എനിക്ക് പോയേ പറ്റൂ. ഗുഡ് ഈവനിങ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം.